അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഫർള് നിസ്കാരങ്ങളുടെ നിയ്യത്ത് നമുക്ക് പഠിക്കാം. സുബഹ് നിസ്കാരത്തിൻ്റെ നിയ്യത്ത്: ഉസല്ലി ഫർള സുബ്ഹി റക്അത്തൈനി. റക്അത്തൈനി ആണ്, 2 റക്അത്താണ് സുബ്ഹി നിസ്കാരം. അതുകൊണ്ട് റക്അത്തൈനി എന്നാണ് പറയേണ്ടത്. മുത്തവജ്ജിഹൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില കുട്ടികൾ ഇവിടെ മുത്തവജ്ജിഅൻ എന്ന് പറയാറുണ്ട്. ഹൻ എന്നതിന് പകരം അൻ എന്ന് പറയും. കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണെന്ന് വിചാരിച്ച് കുട്ടികളെ കൊണ്ട് ബോർഡിൽ എഴുതിക്കുമ്പോൾ അവരെഴുതുന്നതും മുത്തവജ്ജിഅൻ എന്ന് തന്നെയായിരിക്കും. അത് തെറ്റാണ്. മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഉസല്ലി ഫർള സുബ്ഹി റക്അത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ളുഹർ നിസ്കാരത്തിൻ്റെ നിയ്യത്ത്: ഉസല്ലി ഫർളൽ ളുഹരി അർബഅ റക്അാത്തിൻ. ഇവിടെ ചില കുട്ടികൾ അർബഅ റക്അത്തൈനി എന്ന് പറയാറുണ്ട്. സുബ്ഹിയിൽ റക്അത്തൈനി ആണല്ലോ, അതുകൊണ്ട് അർബഅയും റക്അത്തൈനിയും ചേർത്ത് ചില കുട്ടികൾ പറയലുണ്ട്. തെറ്റാണ്. അർബഅ റക്അാത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. അസ്ർ നിസ്കാരത്തിൻ്റെ നിയ്യത്ത്: ഉസല്ലി ഫർളൽ അസ്രി അർബഅ റക്അാത്തിൻ. 4 റക്അത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഉസല്ലി ഫർളൽ അസ്രി അർബഅ റക്അാത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. മഗ്രിബ് നിസ്കാരത്തിൻ്റെ നിയ്യത്ത്: ഉസല്ലി ഫർളൽ മഗ്രിബി സലാസ റക്അാത്തിൻ. 3 റക്അത്താണ് മഗ്രിബ്, അതുകൊണ്ട് സലാസ റക്അാത്തിൻ. ഉസല്ലി ഫർളൽ മഗ്രിബി സലാസ റക്അാത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇശാ നിസ്കാരം: ഉസല്ലി ഫർളൽ ഇശാഇ അർബഅ റക്അാത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഉസല്ലി ഫർളൽ ഇശാഇ അർബഅ റക്അാത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ജമാഅത്തായിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ നമ്മൾ മഅ്മൂമായിട്ട് വരുമ്പോൾ ഈ നിയ്യത്തിനോടൊപ്പം മഅൽ ഇമാമി എന്നുകൂടി നാം ചേർത്ത് പറയുക. തെറ്റില്ലാതെ പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.